ഹലോ ഗായ്സ്, വെൽക്കം ടു പാനാംകുഴി എക്കോ ടൂറിസം. അപ്പം ഞാൻ ഇന്ന് കപ്രിക്കാട് എക്കോ ടൂറിസം കാണാൻ പോയതാണ്. അടച്ചത് കൊണ്ട് അതിൻ്റെ അടുത്ത് ഉള്ളൊരു ഇത് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ നമ്മളങ്ങോട്ട് കയറാൻ പോവാണ്. കണ്ടു നോക്കാം. ഒരു കാടിനകത്ത് കൂടെ പോകുന്നൊരു എക്സ്പീരിയൻസ് ആണിത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, സംഭവം കൊള്ളാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ, തിരിഞ്ഞ് കാണിച്ചിട്ട് കണ്ടോ, ഫുൾ ഒരു ഫോറസ്റ്റ് വൈബാണ്. അപ്പം കുറേ നടക്കാനുണ്ട്. ഇപ്പോൾ നടക്കുന്ന നമ്മളിങ്ങനെ കയറി അകത്തോട്ട് പോകാനുണ്ട്. നമുക്ക് എന്തായാലും പോകുന്നൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നതാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പുകൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ട്രക്കിംഗ് പോലെ നമ്മൾ കാടിനകത്ത് കൂടെ ഒക്കെ സഞ്ചരിച്ച് അവസാനം ചെല്ലുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ തരുമോ നോക്കാം. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. ഗൈസ്, നമുക്കൊരു ഈ മരം ഞാൻ മിക്ക കാടിനകത്ത് കൂടെ നടന്നപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു ഷെൽട്ടർ പോലത്തെ ഒരു സംഭവമാണ്. മരത്തിൻ്റെ പേര് എനിക്കറിയാം, പക്ഷേ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മൾ ഭൂതത്താങ്കട്ടിലെ പഴയ ഭൂതത്താങ്കട്ടിൻ്റെ അകത്ത് കൂടെ പോകുമ്പോഴും ഇങ്ങനത്തെ ഒരു മരം കണ്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ, നമ്മളിങ്ങനെ ഹഗ് ചെയ്തിരിക്കുന്ന പോലെ ഒരു മരമാണ്. നല്ല വലിയ മരം കേട്ടോ. അതിൻ്റെ ഇത് കാണിച്ചു തരാൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ കണ്ടോ കണ്ട സീൻ. നമുക്കെന്തായാലും താഴോട്ട് പോയി നോക്കാം. പിന്നെ ഇവിടെ മറ്റുള്ളവരുടെ പ്രൈവസിയിൽ അവിടെ നിന്ന് ശരിയല്ലല്ലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ താഴോട്ട് ഇറക്കമാണ്, ഇറങ്ങി പോകണം. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ നടന്ന് ഒരു ശകലം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ. എനിക്ക് തോന്നുന്നൊരു 600 മീറ്റർ സംതിങ് ആയിരുന്നു. 600-700 മീറ്റർ അത്ര ഉള്ളായിരുന്നു. നമ്മൾ നടന്ന് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും ഒരു നല്ല വീതിയുള്ള ഒരു മറ്റേ ആഴമില്ലാത്ത ടൈപ്പ് പുഴയുണ്ടല്ലോ, കല്ലുകളൊക്കെ ഉള്ള അങ്ങനത്തെ ടൈപ്പാണ്. അവിടെ ഒരുപാട് വൈഡ് റേഞ്ചായിട്ട് സംഭവം. പക്ഷേ മറ്റേ ഇത് കിട്ടിയിട്ടുണ്ട്, ആന വരാണ്ടിരിക്കാനുള്ള ഒരുപാട് കഫേസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പം ഒരു എന്താ പറയുക, എൻ്റെ പേര് മറന്നുപോലോ, ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്തോ ട്രീ ഹൗസോ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഹൗസല്ല, ഒരു വ്യൂ ഒക്കെ ഉള്ള സംഭവമാണ്. കുഴപ്പമില്ല, രസമുണ്ട്. കുറച്ച് നടക്കാനുണ്ട്. വെള്ളം കുപ്പി എടുത്തില്ല. അയ്യോ, വെള്ളം വാങ്ങണം. അപ്പം കാണാമെന്ന് അറിയത്തില്ല. അപ്പം ഇതിൻ്റെ റിവ്യൂ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തുള്ളവർക്കാണ് ഏറ്റവും അടിപൊളി. നമുക്കൊരു 1 ടൈം വാച്ച് തന്നെയാണ്. ഭംഗിയെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ചാറ്റൽ മഴ ഉള്ളപ്പോൾ വരാൻ അടിപൊളിയായിരിക്കും. വെയിലത്ത് വലിയ വൈബ് ഉണ്ടാവില്ല, പക്ഷെ രസമുണ്ട്. നമുക്ക് വൈകിട്ടൊക്കെ വന്നിരുന്ന് ഇവിടെ ടീ ഉണ്ട്, അവിടെ ക്യാൻറ്റീൻ ഉണ്ടെന്ന് കഴിക്കുന്നു ചെറുതായിട്ട്. അപ്പം ചായ കുടിച്ചിങ്ങനെ ഇരിക്കാൻ രസമാകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്ന്, ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ, ഞാനൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പം കുഴപ്പമില്ല, രസമുണ്ട്. അപ്പം ഇതാണ് പാനാംകുഴി എക്കോ ടൂറിസം. പിന്നെ ഗൈസ്, നമ്മൾ ഇതിൻ്റെ അറ്റത്തുണ്ട് എക്കോ ടൂറിസത്തിൻ്റെ അവിടെ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഞെട്ടിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അത് കാണുന്നുണ്ടോ? കാണുന്നേ, അതായത് അത് ഫോക്കസ് ആവുന്നില്ല. ഒരു മിനിറ്റ്, എന്നെ ഫോക്കസ് ആക്കാൻ പറ്റും. അത് കാണുന്നുണ്ടോ ആ ഭാഗം? ഓക്കെ, അതാണ് മഹാഗണി തോട്ടം. ഞാൻ ലാസ്റ്റ് ടൈം അവിടെയാണ് ചെന്നത്. അവിടെ നറ്റത്ത് നോക്കിയപ്പോൾ ഇപ്പുറത്തുനിന്ന് കാണാമായിരുന്നു. അപ്പം കാണുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാമല്ലോ എന്നൊരു തോന്നൽ വരും. അതങ്ങനെയല്ല. അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ കല്ല് കിടക്കുന്നുണ്ടോ, എന്നിട്ട് ഈ നടുക്ക് ആഴം വരുന്ന ഏരിയ ഉണ്ട്, ഒട്ടും മനസ്സിലാകത്തില്ല. അപ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ കിടപ്പുണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് മനസ്സിലായി. നമുക്കങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഞാൻ ഫോക്കസ് ചെയ്ത് നോക്കാം.
അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആ വരുന്നതാണ് മഹാഗണി തോട്ടം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചായിരുന്നു. അപ്പം നടപടിയാവാത്ത കേസാണെന്ന് ഞാൻ അപ്പം തോന്നിയത്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, അൺഫോർച്ചുനേറ്റ്ലി ഞാനിപ്പം നമ്മുടെ ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, പാണാങ്കുഴി എക്കോ ടൂറിസം. പാണാങ്കുഴി എക്കോ ടൂറിസത്തിൽ വന്നപ്പോൾ ഞാനിപ്പോൾ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ കാണുന്നത് മഹാഗണിത്തോട്ടം. ഇനി എൻ്റെ ഊഹ ശരിയാണെങ്കിൽ ഞാൻ ഗൂഗിൾ മാപ്പ് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഈ നിങ്ങൾ കാണുന്ന അതായത് ഇവിടെ നിന്ന് ഒഴുകി അങ്ങോട്ട് എത്തുന്ന സ്ഥലം, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെത്താൻ പോകുന്നത് പാനേലിപ്പോരാണ്. പാനേലിപ്പോര് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂതത്താൻകെട്ട് ഇന്ന് വരുന്ന വെള്ളമാണ്. ഓക്കെ. അപ്പോൾ ഭൂത്താൻകെട്ടുന്ന ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്ക് അങ്ങോട്ടാണ്. അപ്പം ഭൂത്താൻകെട്ട് അപ്പുറയാണ്. അപ്പോൾ ഭൂത്താൻകെട്ടിൽ നിന്ന് ഒഴുകി വരുന്നതാണ് പാനേലിപ്പോര് വരുന്നത്. അവിടെ നിന്ന് ഒഴുകിയാണ് നമ്മുടെ ഈ സ്ഥലത്ത് വരുന്നത്, ഈ എക്കോ ടൂറിസത്തിൽ വരുന്നത്. ഇവിടെ നിന്നാണ് പിന്നെ അങ്ങനെ പോകുന്നത്. അപ്പോൾ അവിടെ പോയി നമ്മൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്നൊരു കാഴ്ച ഇത് തന്നെയാണ്. നമ്മളെ ഈ പാറകളുടെ ഇടയിൽ കൂടെ ഒഴുകുന്ന ചെറിയൊരു പുഴയുടെ ഒരു പരിപാടി തന്നെയാണ് നമ്മളെല്ലായിടത്തും. പിന്നെ അതിൻ്റെ ആംബിയൻസ് ഡിഫറൻ്റ് ആവുന്നുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മഴ സമയത്തൊക്കെ പോവുകയാണെങ്കിൽ ഓവർ മഴയുള്ളപ്പോൾ പോയത് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്കൊരു ഇതിലും വൈ പിടിച്ച് എനിക്ക് തോന്നുന്ന ഒരു സ്പോട്ട് മറ്റേ ഭൂത്താൻകെട്ടിലെ പഴയ ഭൂത്താൻകെട്ട് കാണുന്നതിന് ഉൾക്കാട്ടിൽ കൂടെ ട്രക്കിങ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ കുട്ടവഞ്ചി സഫാരിയിലൂടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഒച്ചേക്കുന്നുണ്ടോ? ശരി, ഒന്നൂടെ അതങ്ങനെയാണല്ലോ, കേട്ട് വരുമ്പോഴേക്കും അത് മിണ്ടാണ്ടിരുന്നത്. എന്തോ ഒരു പ്രത്യേക കിളിയായിരുന്നു അത്. ഇവിടെ ഉണ്ട് ഇത്. അതിൻ്റെ അപ്പുറത്ത് മഹാഗണിത്തോട്ടം, അവിടെ ഒരുപാട് കിളികളുണ്ട്. ഞാൻ നേരത്തെ പോയിട്ടുള്ളതാണ്. അപ്പോൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കുട്ടവഞ്ചി സവാരി. കണ്ടോ, പറന്നുപോയി. ഓക്കെ, ഇതാണ് കുട്ടവഞ്ചി സഫാരി. ഇതാണ്. ഇതിന് താഴെ കിടപ്പുണ്ട് കുട്ടവഞ്ചികൾ, പിന്നെ സേഫ്റ്റി ഇതും. ഇപ്പോൾ നിലവിൽ പരിപാടികളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ കാണുന്നതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വനമേഖലയിലുള്ളവരൊക്കെ കണ്ടിട്ടുള്ള സാധനമാണ് ഈ കെട്ടിയിട്ടിരിക്കുന്ന ഈ ഇലക്ട്രിസിറ്റിയുടെ സംഭവം. ഇത് മറ്റേ ആന കയറാണ്ടിരിക്കാനുള്ള വന്യജീവികൾ കയറാണ്ടിരിക്കാനുള്ളതാണ്. എന്തോ ഒരു സാധനം പറക്കുന്നുണ്ട്, തേനീച്ചയാണോ ഡൗട്ട്. അപ്പോൾ വന്യജീവികൾ കയറാണ്ടിരിക്കാനുള്ള, പ്രത്യേകിച്ച് ആനകൾ കയറാണ്ടിരിക്കാനുള്ളതാണ്. അപ്പം അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ചായ കുടിക്കാൻ നേരത്ത് പറയുന്നുണ്ടായിരുന്നു, ആനകളിങ്ങനെ അവിടം വരെ കയറി വരുന്നുണ്ടെന്നൊക്കെ. ആനപ്പെണ്ണം കിടക്കുന്നുണ്ട്. എനിക്കത് പഴക്കം ഫീൽ ചെയ്ത്. ഗൈസ്, ഒരു സോഡ നാരങ്ങയാണ് ഞാൻ പറഞ്ഞത്. സോഡ നാരങ്ങയും പിന്നെ ഇങ്ങനൊരു കാഴ്ചയും. അപ്പം ഇതാണ് പറഞ്ഞത് വൈബെന്ന്. ഗൈസ്, അപ്പം എൻഡ് ഓഫ് ദ വീഡിയോ ആണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെയൊക്കെയാണ് സ്ഥലം. റിലാക്സിങ് ഒരു മൂടുള്ള സ്ഥലമാണ്. കൂടുതലും വന്നിരിക്കുന്നത് മാരീഡും കപ്പിൾസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഒറ്റയ്ക്കായ പോലെ തോന്നല്ലേ. ഇതുണ്ട്, ഇവിടെ കുറേ പരിപാടികളുണ്ട്. ഞാൻ ഊഞ്ഞാലടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റേ പരിപാടി, പിന്നെ മറ്റേ ഇതിൻ്റെ പേര് മറന്നു, സോറി. അതുകൊണ്ടാണ്. ഇനി ഇവിടെ ഇരിക്കാൻ കുറേ സ്ഥലങ്ങൾ. പിന്നെ ഇവിടെ ഒരു കഫേ ഉണ്ട്, കാണുന്നുണ്ടോ നിങ്ങൾ? കഫേ ഉണ്ട്. അപ്പം ചായ കുടിച്ച് ഇവിടേക്ക് ഇരുന്ന് സംസാരിച്ച് ആ ഒരു പറ്റിയ സ്ഥലമാണ്. അപ്പം എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. ലേശം മഴ ചാറ്റിൽ നിൽക്കുന്ന സമയത്ത് വന്നാൽ കുറച്ചും കൂടി രസമായിരിക്കും. ഇനി വൈകിട്ട് വരാൻ നോക്കുക. ഇന്നത്തെ വെയിലുണ്ടെങ്കിൽ വെയിലടിക്കില്ല കേട്ടോ അധികം. ഇതിനകത്ത് നിറച്ച് മരങ്ങളായുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം അടുത്ത ഒരു യാത്ര പോകുമ്പം നമുക്ക് എന്തായാലും അടുത്തൊരു
ബ്ലോഗ് പോലും ഒരു പരിപാടി പിടിക്കാം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എനിക്കറിയാൻ കുറേ കുറവുകളുണ്ട്. അപ്പോൾ എന്തായാലും സെറ്റാക്കാം. ഓക്കെ, അതിനോട്ട് ബൈ.